ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഇലക്കറിയാണ്. ഹെൽത്തി കൂടിയാണ്, അതേപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുമ്പളൻ്റെ ഇല കൊണ്ടുള്ള കറിയാണ്. അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് കുമ്പളൻ്റെ ഇല പറിക്കാം. ഞാൻ അധികം മൂപ്പെത്താത്ത ഇലയാണ് എടുക്കുന്നത്. അപ്പോൾ കുറച്ച് അധികം നമുക്ക് വേണം. അപ്പോൾ നമ്മൾ വേവിച്ച് വരുമ്പോൾ ഇലയുടെ അളവ് കുറഞ്ഞു പോകും. അപ്പോൾ കുറച്ചധികം ഇലകൾ പറിച്ചെടുക്കുക. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വാഷ് ചെയ്ത് എടുക്കണം. അപ്പോൾ നമ്മുടെ ഇലയൊക്കെ കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതിന്ന് ഓരോന്ന് എടുത്തിട്ട് ഇതുപോലെ അതിൻ്റെ ഇലകൾ, ആ ഞരമ്പുണ്ടല്ലോ, അത് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ അതിൽ നിന്നും ഇതുപോലെ നമുക്ക് പിച്ചെടുക്കുക അതിൻ്റെ ഇലകൾ. ഇതുപോലെ മുഴുവൻ ഇലകളും നമുക്ക് എടുക്കാം. അപ്പം ഞാൻ ഇതിലോട്ട് നമ്മൾ കൂടുതലായിട്ടുള്ള ഇതൊന്നും ചേർക്കുന്നില്ല, ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കുന്നില്ല. ചെറിയ ഉള്ളി ഒരു പിടി അല്ലെങ്കിൽ ഒരു 10-15 എണ്ണമൊക്കെ എടുത്താൽ മതി. പിന്നെ വെളുത്തുള്ളി ഒരു 4 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ചീനമുളകാണ്, അല്ലെങ്കിൽ അരിമുളക്, നമ്മൾ കുഞ്ഞിമുളകില്ലേ അത്. അപ്പോൾ അതാകുമ്പോൾ ഇതിലേക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരിക്കുക. പച്ചമുളകാണെങ്കിൽ അതും എടുക്കുക. അപ്പോൾ ഞാൻ ഇതിലോട്ട് 2 പച്ചമുളകും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കണം. കൂടുതൽ അരച്ചെടുക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ചതച്ചെടുത്താൽ മതി. അപ്പം നമ്മളിത് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഞാനൊരു മൺചട്ടി ചൂടാക്കുന്നുണ്ട്. അതിലോട്ട് ഒരു 4 കപ്പോളം കഞ്ഞിവെള്ളമാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. അതിലോട്ട് നമ്മൾ ചതച്ച് വെച്ച ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടിയിട്ട് അതിലേക്ക് ആഡ് ചെയ്യുക. അപ്പോൾ കഞ്ഞിവെള്ളം എന്ന് പറയുന്നത് നല്ല കട്ടി കഞ്ഞിവെള്ളം ആവരുത്, ഒന്ന് ലൂസായിട്ടുള്ള കഞ്ഞിവെള്ളം നമുക്ക് ആഡ് ചെയ്താൽ മതി. ഇനി ഞാനിതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്യുക. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച നമ്മുടെ ഇലയില്ലേ, കീറി വെച്ച ഇല നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലോട്ടൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. അത് നേരത്തെ ആഡ് ചെയ്യേണ്ടതാണ്, ഞാനത് മറന്നുപോയി. അപ്പോൾ നമുക്ക് അതും ആഡ് ചെയ്യാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മതി. ഇത് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഇല ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇല നമ്മൾ ആഡ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ആദ്യം ഇടുന്ന ഇല ഒന്നുകൂടി വെന്ത് പോവും. അപ്പോൾ പെട്ടെന്ന് ഇടുക. പിന്നെ ഇത് കൂടുതൽ നേരം നമ്മൾ തിളപ്പിക്കൊന്നുമില്ല, ഇത് ഇലയായതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ നമ്മൾ ഒന്ന് അടച്ച് വെച്ചാൽ മതി. അപ്പം ഞാനിനി ഇതിലേക്ക് 1 ടീസ്പൂണ് നല്ല വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നമുക്ക് ഇതിന് കറിയിലോട്ട് നല്ല മണം ഉണ്ടായിരിക്കും ഇങ്ങനെ ആഡ് ചെയ്യുമ്പോൾ. അപ്പം നമുക്കിനി ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ കുറച്ചുകൂടി ആഡ് ചെയ്യാം. അപ്പം ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് അടച്ച് വയ്ക്കാം. ഇതുപോലെ വളരെ ടേസ്റ്റിയാണിത്, അതുപോലെ തന്നെ ഹെൽത്തിയും കൂടിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും താങ്ക്